ഗസയിലുടനീളം വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം. മധ്യ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ വരാൻ പോകുന്ന അന്താരാഷ്ട്ര സേനയിൽ ഖത്തറിലെ സൈനികരുമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളുടെ 13 മൃതദേഹങ്ങൾക്കായി ഹമാസ് തെരച്ചിൽ ഊർജിതമാക്കി. വെടിനിർത്തൽ അട്ടിമറിക്കാൻ ഇസ്രായേൽ നടത്തുന്നത് ആസൂത്രിത നീക്കങ്ങളെന്ന് ഫലസ്തീൻ കൂട്ടായ്മകൾ കുറ്റപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിലും അതിക്രമം തുടർന്ന് ഇസ്രായേൽ. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ എന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഓരോ ദിവസവും അവിടെ നിന്നുള്ള ആക്രമണ വാർത്തകൾ തന്നെയാണല്ലോ പുറത്തു വരുന്നത്. അവിടുത്തെ തീർച്ചയായിട്ടും വെടിനിർത്തൽ 3-ാം വാരത്തിലേക്ക് കടന്ന ഈ ഒരു ഘട്ടത്തിലും ഇന്ന് രാത്രിയിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഖാൻ യൂനിസിൽ, അതോടൊപ്പം തന്നെ മറ്റ് ദറൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റഫക്ക് നേരെയും ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. ഇതൊക്കെയും ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആക്രമണങ്ങളാണെന്നാണ് സൈന്യം അല്പം മുമ്പ് വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു ആക്രമണവും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുമില്ല. തങ്ങൾ നിർണയിച്ചിരിക്കുന്ന യെല്ലോ ലൈനിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് നുസൈറാത്ത് ക്യാമ്പിന് നേരെ വെടിയുതിർത്തതെന്നാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേരിന് ഈ വെടിനിർത്തലുണ്ട്. അതേസമയം തങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ അമേരിക്കയുടെ പിൻബലത്തോടു കൂടി തന്നെ തുടരുന്ന ഒരു കാഴ്ചകളാണ് ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പേർ ഇതിനകം തന്നെ ഈ വെടിനിർത്തൽ കാലയളവിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും വലിയ തോതിൽ തന്നെ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ ഗസയിലേക്കുള്ള റഫ അതിർത്തി തുറക്കാനോ, നേരത്തെ പറഞ്ഞതുപോലെ നിത്യം 600 ട്രക്കുകൾ എന്നത് നിത്യം 100 ട്രക്കുകൾ പോലും കടത്തിവിടാത്ത ഒരു സാഹചര്യവും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും വെടിനിർത്തലിൽ പുരോഗതിയുണ്ട്. വെടിനിർത്തൽ ചില കാര്യങ്ങളിൽ ഹമാസ് നടത്തിയിരിക്കുന്ന നീക്കങ്ങളാണ് ഇസ്രായേലിനെ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന നടപടിയുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് സേനാ വിന്യാസം, വിദേശ സൈനിക സേനയുടെ വിന്യാസം ഉടൻ തന്നെ നടക്കും. അതിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കാളിത്തം വഹിക്കുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഖത്തറോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇനിയും നടത്തിയിട്ടില്ല. എന്തായാലും വിദേശ സൈനിക സാന്നിധ്യം ഏത് അവസ്ഥയിലായിരിക്കും, എത്ര സൈനികർ അതിലുണ്ടാവും, അമേരിക്കൻ സൈന്യം അതിൽ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ഇനി നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം എന്നത്തേക്ക് വരും നാസർ? ഈ അന്താരാഷ്ട്ര സേനയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? അതൊക്കെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. അതിലും നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണോ? അവിടുത്തെ ചർച്ചകൾ പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഹമാസ് തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതാണ്. വിദേശ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം ഗസയിൽ അനുവദിക്കുകയില്ല എന്നാണ് ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളുടെയും പ്രഖ്യാപിത നിലപാട്. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ, അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പലസ്തീൻ കൂട്ടായ്മകൾക്ക്, പോരാളി സംഘടനകൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് എത്ര സ്വഭാവത്തിലായിരിക്കും, അതിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ യൂറോപ്യൻ സൈനിക സാന്നിധ്യത്തെ ഒരു നിലക്കും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പല തവണയായിട്ട് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈറോയിൽ സമാപിച്ച ചർച്ചയിലും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഈ ഗസ മാത്രമല്ല, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര രൂപവൽക്കരണം വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സൈനിക സംവിധാനം വരും. അത്തരമൊരു ഘട്ടത്തിൽ മാത്രം ആ സംവിധാനത്തിന് തങ്ങൾ ആയുധങ്ങൾ കൈമാറാം എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഉള്ള ട്രംപ് ഈ നീക്കവുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സേനാ വിന്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ഏതർത്ഥത്തിലായിരിക്കും ഹമാസിനെ ഇത് അംഗീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുമായുള്ള ചർച്ചകൾ ഏത് ദിശയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നതും വളരെ പ്രധാനമാണ്. അത് ഒരുപക്ഷെ അതിന് വീണ്ടും ഒരു സമ്മർദ്ദം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ പിന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ഇസ്രായേലിന് ലഭിച്ചു എന്നുകൂടി നാം അമേരിക്കയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അമൃത, ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് എന്താണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാസർ? നമുക്കറിയാം ഹമാസ് ഇനിയും മൃതദേഹങ്ങൾ നൽകാൻ ബാക്കിയുണ്ടല്ലോ.
അമൃത 13 മൃതദേഹങ്ങൾ കൂടിയാണ് ഇനി കൈമാറാനുള്ളത്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ ആദ്യ ദിവസം തന്നെ വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ കൈമാറി. അതിനുശേഷമാണ് 28 മൃതദേഹങ്ങളിൽ ബാക്കി മൃതദേഹങ്ങളും കൈമാറി. ഇനി 13 മൃതദേഹങ്ങൾക്കായുള്ള വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ വടക്കൻ ഗസയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ആ പ്രദേശം ഒന്നാകെ തന്നെ ഇസ്രായേൽ സേന അവിടെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. പല കെട്ടിടങ്ങളുടെയും അടിയിലായിട്ട് ഈ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഹമാസും അതോടൊപ്പം തന്നെ പോരാളി സംഘടനകളും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയുടെയൊക്കെ സഹായം ലഭ്യമാവുകയായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു സൗകര്യവും സഹായവും ലഭ്യമാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ 13 മൃതദേഹങ്ങളും കണ്ടെത്തി കൈമാറാൻ മറ്റൊന്നും തടസ്സമില്ല എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. 13 ബന്ദികളുടെയും മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറണം, അടുത്ത 48 മണിക്കൂർ താൻ തന്നെ നേരിട്ട് കാര്യം നിരീക്ഷിക്കും, അത് 48 മണിക്കൂറിന് ശേഷം ഏത് അർത്ഥത്തിലായിരിക്കും ട്രംപിന്റെ പ്രതികരണം, നടപടി വരിക എന്ന കാര്യം വ്യക്തമല്ല. അതുമാത്രമല്ല ഹമാസ് അത് കൈമാറുന്നില്ല എങ്കിൽ ഈ പൊതുവായിട്ട് വിന്യസിക്കുന്ന ഈ വിദേശ സേന ഹമാസുമായിട്ട് അക്കാര്യത്തിൽ കണക്ക് ചോദിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി അവശേഷിച്ച 13 മൃതദേഹങ്ങൾ കൂടി കൈമാറാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ, അതിനുള്ള പരിശോധനാ നടപടികളാണ് ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. വൈകാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നതും. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. തിരികെ വാർത്തകളിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ വിഷയങ്ങളിലായിരുന്നു ഇരുവരും സംസാരിച്ചത് എന്നൊക്കെയായിരുന്നു പരിശോധിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് അബ്ബാസും അഫ്താബ് റഹ്മാനും തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഇതിപ്പോൾ എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്? പശ്ചിമേഷ്യൻ വിഷയങ്ങൾ തന്നെയാണോ ചർച്ചയായത്? അമൃത, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈജിപ്തും ഖത്തറും അതുപോലെ തുർക്കിയുമാണ്. US അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ തിരിച്ചു പോയതിന് തൊട്ടുടനെ എക്സിൽ പങ്കുവച്ച ഖത്തർ അമീറിൻ്റെ കുറിപ്പ് എന്ന് പറയുന്നത് ഗസയുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനവുമായി ബന്ധപ്പെട്ട് ഗസയിൽ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. നമുക്കറിയാം ഗസയിലെ പുനർനിർമ്മാണത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള പങ്കാളിത്തമാണ് ഖത്തർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതിന് വളരെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗസയിലെ റബിളുകൾ നീക്കം ചെയ്യാനും അതുപോലെ അവിടെ റോഡുകൾ നിർമ്മിക്കാനും അവിടേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഈജിപ്തിലും ജോർദാനും വഴി ഒരു ലാൻഡ് എയർ ബ്രിഡ്ജ് തന്നെ ഖത്തർ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 4.5 ലക്ഷത്തോളം ടെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് എത്തിച്ചത് ഗസയുടെ ദുരിതബാധിതർക്കായി. ഇങ്ങനെ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി വളരെ ഗൗരവതരമായ കാര്യങ്ങൾ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ US പ്രസിഡന്റ്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന US പ്രസിഡന്റ്, നമുക്കറിയാം ഷർമു ഷെയ്ഖിലെ ഉച്ചകോടിയിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് US പ്രസിഡന്റും അതുപോലെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും ഈജിപ്ത് പ്രസിഡന്റുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗസ അടക്കമുള്ള പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിലുള്ള വഴികളാണ് ഇരുവരും ചർച്ച ചെയ്തതെന്ന് വ്യക്തമാണ്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. അഫ്താബ് റഹ്മാൻ കൂടി വിവരങ്ങൾ നൽകാനായി സൗദിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഫ്താബ്, ഇപ്പോൾ സൗദി അറേബ്യയുടെ പുത്തൻ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ സർവീസ് ആരംഭിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. എങ്ങോട്ടായിരുന്നു ഉദ്ഘാടന സർവീസ്? ഇന്ത്യയിലേക്കുള്ള സർവീസൊക്കെ പ്രഖ്യാപിച്ചോ? സൗദി അറേബ്യയുടെ ഏറ്റവും പ്രീമിയം സേവനങ്ങൾ നൽകാൻ പോകുന്ന വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ ആദ്യ സർവീസിനാണ് ഇന്നിപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന സർവീസ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി റിയാദിൽ നിന്നും ആരംഭിച്ചു. ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ട് ലണ്ടനിലേക്കായിരുന്നു ആദ്യത്തെ സർവീസ്. അതിനുശേഷം വിമാനം ഇന്ന് രാവിലെ അവിടെ നിന്ന് വീണ്ടും റിയാദിലേക്ക് തിരികെ പറന്നു. വൈകിട്ട് 7 മണിയോടുകൂടി റിയാദിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. ആഗോള ഏവിയേഷൻ ഹബ്ബായി ലോജിസ്റ്റിക്സിൻ്റെയും ഒപ്പം തന്നെ ഏവിയേഷൻ സർവീസുകളുടെയും ഹബ്ബായി സൗദി അറേബ്യയെ മാറ്റുക എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിരുന്നു റിയാദ് എയറിൻ്റെ സർവീസ്.
പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ വർഷം സർവീസ് ആരംഭിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. അതിൽ നിന്ന് വ്യത്യസ്തമായി 3 മാസം പിന്നിട്ട് ഇപ്പോൾ ഈ ഒക്ടോബറിലാണ് വിമാന സർവീസിന് തുടക്കമായിരിക്കുന്നത്. വരും ആഴ്ചകളിൽ ദുബൈയിലേക്കുള്ള സർവീസ് കൂടി റിയാദ് എയർ പ്രഖ്യാപിക്കും. അതിന് തൊട്ടു പിന്നാലെ പുതിയ സമ്മർ വിന്റർ ഷെഡ്യൂളുകൾ കൂടി റിയാദ് എയർ പ്രഖ്യാപിക്കും. അതിൽ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2030 കൂടി 100-ലേറെ വിമാനങ്ങൾ റിയാദ് എയർ സ്വന്തമാക്കും. ആകെ 300ഓളം വിമാനങ്ങളാണ് റിയാദ് എയർ ഓർഡർ നൽകിയിട്ടുള്ളത്. ഈ വിമാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ 100-ലേറെ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുവാനാണ് റിയാദ് എയർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സേവനം എന്ന് പറയുന്നത് നേരത്തെ ദുബൈയിലെ എമിറേറ്റ്സിനെയും ഒപ്പം തന്നെ ഖത്തർ എയർവേസിനെയും പോലെ തന്നെ സമാനമായ രീതിയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകുന്ന, ഏറ്റവും ഉന്നതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള സർവീസുകളായിരിക്കും റിയാദ് എയർ നടത്തുക. ഇതിൽ 2 തരത്തിലുള്ള സർവീസ് ഉണ്ടാകും. ബോയിങ് വിമാനങ്ങൾക്കൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള ചെറുവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസുകൾക്കും റിയാദ് എയർ വൈകാതെ തുടക്കം കുറിക്കും. നിലവിലുള്ള സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനി എന്ന് പറയുന്നത് സൗദി എയർലൈൻസ് ആണ്. ജിദ്ദ കേന്ദ്രീകരിച്ചുള്ള വിമാന കമ്പനിയാണ് സൗദി എയർലൈൻസ് എന്നറിയപ്പെടുന്ന സൗദിയെ എങ്കിൽ റിയാദ് എയർ പ്രവർത്തിക്കാൻ പോകുന്നത് റിയാദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഏതായിരുന്നാലും ആദ്യ സർവീസിന് തുടക്കമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഇന്ത്യയിലേക്കുള്ള ഷെഡ്യൂളുകളാണ്. മറ്റന്നാൾ ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ ഏറ്റവും പ്രീമിയസ് ബിസിനസ് കോൺഫറൻസായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് നടക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് റിയാദ് എയർ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഭാവി തലമുറയുടെ സുരക്ഷയ്ക്കായി എല്ലാത്തരം കൂട്ടനശീകരണ ആയുധങ്ങളുടെയും നിരോധനം ആവശ്യമാണെന്ന് ഖത്തർ. ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ രാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്നും രാജ്യം ആവശ്യപ്പെട്ടു. യുഎന്നിലാണ് ഖത്തർ നിലപാട് അറിയിച്ചത്. യുഎസിൽ ഖത്തർ എംബസിയുടെ പുതിയ കെട്ടിടം വാഷിംഗ്ടൺ ഡിസിയിൽ അംബാസഡർ ഷെയ്ഖ് മിഷാൽ ബിൻ ഹമദ് അൽ ഥാനി ഉദ്ഘാടനം ചെയ്തു. യുഎസ് അറബ് നയതന്ത്ര ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ തുടർച്ചയാണ് പുതിയ കെട്ടിടമെന്ന് അംബാസഡർ പറഞ്ഞു. സൗദിയിലെ ഇന്ത്യക്കാർക്ക് ഇ പാസ്പോർട്ടുകളുടെ വിതരണം തുടങ്ങി. ജിദ്ദ കോൺസൽ ജനറൽ ഡിജിറ്റൽ പാസ്പോർട്ടുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ഇനി മുതൽ ഇ പാസ്പോർട്ടുകൾ ലഭ്യമാവുക. ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകളാണ് ഇനി മുതൽ സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കുക. ജിദ്ദയിലെ വിതരണ ഉദ്ഘാടനം ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി നിർവഹിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 8 പേർക്കാണ് ആദ്യ വിതരണം നടത്തിയത്. പാസ്പോർട്ട് ഹോൾഡറുടെ ഫോട്ടോ ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ചിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 പേജുകളുള്ള ഡിജിറ്റൽ പാസ്പോർട്ടുകൾ പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ലഭിക്കുക. നിലവിൽ കാലാവധിയുള്ളവർ തീയതി തീരും വരെ ഈ പാസ്പോർട്ടിനായി കാത്തിരിക്കണം. പുതിയ പാസ്പോർട്ടുകൾ 10 വർഷത്തെ കാലാവധിയിലാണ് ലഭിക്കുക. അപേക്ഷാ ഫീയിൽ മാറ്റങ്ങളില്ല. സൗദിയിൽ പാസ്പോർട്ട് പ്രിന്റുള്ള ജിദ്ദയിലും റിയാദിലും ഇന്ത്യക്കാർക്ക് ഇ പാസ്പോർട്ട് സേവനം ലഭ്യമായിട്ടുണ്ട്. 150-ലധികം രാജ്യങ്ങളിൽ ഈ പാസ്പോർട്ടുകൾ നിലവിലുണ്ട്. ഔദ്യോഗിക പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിൽ ഡിജിറ്റൽ പാസ്പോർട്ടുകൾക്കുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ലോകത്തിലെ വിവിധ എയർപോർട്ടുകളിൽ യാത്ര ചെയ്യുന്നവരുടെ ഇ ഗേറ്റ് സംവിധാനം സുഗമമാക്കുന്നതിന് ഡിജിറ്റൽ പാസ്പോർട്ട് സഹായകരമാകും. മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നിയമം. പ്രതികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നൽകുന്ന നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കടത്ത് 90% വരെ കുറഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. കുവൈത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 90% വരെ കുറഞ്ഞതായി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അസബ അറിയിച്ചു. കുവൈത്ത് ഫൈനാൻസ് ഹൌസിന്റെ ധനസഹായത്തോടെ നവീകരിച്ച അഡിക്ഷൻ ട്രീറ്റ്മെന്റ് സെന്ററിലെ 10ാം വാർഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മയക്കുമരുന്ന് വ്യാപാരികൾ, കടത്ത്, ഉപയോഗം എന്നിവയ്ക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നൽകുന്ന പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്നും ഇതിലൂടെ സാമൂഹികവും പൊതുസുരക്ഷയും ഗണ്യമായി വർദ്ധിക്കുമെന്നും ഷെയ്ഖ് ഫഹദ് കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് കടത്തും വ്യാപാരവും തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ച ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളിന് മന്ത്രി നന്ദി അറിയിച്ചു. മയക്കുമരുന്ന് നിയന്ത്രണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൌൺസിൽ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ട്യൂണീഷ്യയിലെ കൌൺസിൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ കൈമാറിയത്. മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിലും ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിലും കുവൈത്ത് കൈവരിച്ച നേട്ടങ്ങളെ അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ലഹരിമരുന്ന് ദുരുപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും മാതാപിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും നൽകിയ പിന്തുണക്കും മന്ത്രി നന്ദി അറിയിച്ചു.
മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖല എന്നിവയുടെ ഏകോപിതമായ സഹകരണമാണ് വിജയത്തിന് അടിസ്ഥാനമെന്നും ഷെയ്ഖ് ഫഹദ് അഭിപ്രായപ്പെട്ടു. സലേംകോട്ടയിൽ മീഡിയ 1, കുവൈറ്റ് സിറ്റി. ടാക്സി ഡ്രൈവർമാരുടെ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിച്ച് സൗദി അറേബ്യ. നാടുകടത്തലടക്കം കടുത്ത ശിക്ഷകളായിരിക്കും നേരിടേണ്ടി വരിക. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ്. ടാക്സി മേഖലയിലെ നിയമലംഘനങ്ങൾക്കാണ് ശിക്ഷ കടുപ്പിച്ചിരിക്കുന്നത്. ലംഘനങ്ങൾക്ക് 50 റിയാൽ മുതൽ 1600 റിയാൽ വരെ പിഴ ചുമത്തും. ഒരേ ലംഘനം ആവർത്തിക്കുന്നവർ പിഴ 5 ഇരട്ടി നൽകേണ്ടി വരും. വാഹനം കണ്ടുകെട്ടൽ, ലൈസൻസ് 5 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യൽ, സൗദികളല്ലാത്തവരെ നാടുകടത്തൽ എന്നീ ശിക്ഷാ നടപടികളും സ്വീകരിക്കും. ലംഘനങ്ങളെ ഗുരുതര ലംഘനങ്ങൾ, ഗുരുതരമല്ലാത്തവ എന്ന രീതിയിൽ 2ആയി തരംതിരിച്ചായിരിക്കും ശിക്ഷ വിധിക്കുക. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സുരക്ഷിത യാത്രയൊരുക്കുക, മേഖലയെ വികസിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ യാത്ര ചെയ്യാനായി പൊതുബസ്സുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. യാത്രക്കാരുടെ എണ്ണത്തിൽ റിയാദാണ് മുന്നിലുള്ളത്. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടേതാണ് കണക്കുകൾ. ഈ വർഷം 3ാം പാദത്തിലെ കണക്കുകളാണ് പുറത്തുവന്നത്. സൗദിയിലുടനീളം പബ്ലിക് ബസ്സുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ. 3 മാസങ്ങൾക്കിടെ 2.46 കോടി യാത്രക്കാരാണ് സൗദിയുടെ വിവിധയിടങ്ങളിൽ നിന്ന് സേവനം ഉപയോഗിച്ചത്. റിയാദിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ. 1.86 കോടിയിലേറെ പേരാണ് റിയാദിൽ മാത്രം ബസ് സേവനം ഉപയോഗിച്ചത്. തൊട്ടുപിറകിൽ മക്കയും കിഴക്കൻ പ്രവിശ്യയുമാണ്. അസീർ, മദീന, തബൂക്ക്, ജീസാൻ, അൽ കസീം എന്നിവിടങ്ങളിലും യാത്രക്കാർ വർദ്ധിച്ചു. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ള ഇറക്കുമതി നിരോധിച്ച് ഒമാൻ. ഇറാനിൽ നിന്ന് വന്ന കുപ്പിവെള്ളത്തിൽ നിന്ന് വിഷബാധയേറ്റ് 2 പേർ മരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ജലവിഭവ മന്ത്രാലയമാണ് പുതിയ മന്ത്രിതല പ്രമേയം പുറത്തിറക്കിയത്. ഈ മാസം ആദ്യത്തിലായിരുന്നു ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുപ്പിവെള്ളത്തിൽ നിന്ന് വിഷബാധയേറ്റ് ഒമാനിൽ 2 പേർ മരിച്ചത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ള ഇറക്കുമതിക്ക് ഒമാനിൽ നിരോധനം ഏർപ്പെടുത്തിയത്. കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയമാണ് പുതിയ മന്ത്രിതല പ്രമേയം പുറത്തിറക്കിയത്. ഇതനുസരിച്ച് നിരോധനത്തിനുള്ള കാരണങ്ങൾ പരിഹരിച്ച് മറ്റൊരു ഉത്തരവ് പുറത്തിറക്കുന്നതുവരെ ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ളത്തിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി രാജ്യത്തേക്ക് അനുവദിക്കില്ല. ഈ തീരുമാനം നടപ്പാക്കാൻ അതത് അധികാരപരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണം എന്നിവയിൽ നിലവിലുള്ള രാജകീയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഒക്ടോബർ 27 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. വിഷാംശം കലർന്ന വെള്ളം ഉപയോഗിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ പ്രാദേശിക വിപണികളിൽ നിന്ന് ഇറാനിയൻ ബ്രാൻഡായ യുറാനസ്റ്റാർ ഉൾപ്പെടെയുള്ള കുപ്പിവെള്ളങ്ങൾ നേരത്തെ പിൻവലിച്ചിരുന്നു. വിപണിയിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു. മീഡിയ 1, മസ്കത്ത്. GCC രാജ്യങ്ങൾ ചേർന്ന് നടപ്പാക്കുന്ന ഗൾഫ് റെയിൽവേ പദ്ധതി 2030 ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് ഗൾഫ് റെയിൽവേ അതോറിറ്റി അറിയിച്ചു. അബുദാബിയിൽ നടന്ന വേൾഡ് റെയിൽ 2025 സമ്മേളനത്തിലാണ് അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഷബ്രാമി ഈ വിവരം അറിയിച്ചത്. കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ എന്നീ 6 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. 2117 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. പദ്ധതി പൂർത്തിയായാൽ ഗതാഗതം, വ്യാപാരം, ടൂറിസം മേഖലകൾക്ക് വലിയ ഉണർവ് ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിലെ പ്രധാനപ്പെട്ട പൊതുസ്ഥാപനങ്ങളിൽ നിത്യരോഗികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗികൾക്കുമായി പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ബഹ്റൈൻ പാർലമെന്റിൽ ആവശ്യമുയർന്നു. ഇതിനായുള്ള നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റിൽ ചർച്ച ചെയ്യും. ആശുപത്രികളിലോ സർക്കാർ ഓഫീസുകളിലോ എത്താൻ അനുയോജ്യമായ പാർക്കിംഗ് ലഭ്യമല്ലാത്തതിനാൽ പലരും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. ബഹ്റൈനിലെ സ്വകാര്യ സ്വത്തുക്കളിലും വാഹനങ്ങളിലും അനുമതിയില്ലാതെ പരസ്യ ഫ്ലയറുകളും പ്രചാരണ ലഘുലേഖകളും സ്ഥാപിക്കുന്ന പ്രവണതയ്ക്കെതിരെ മുനിസിപ്പൽ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത് രാജ്യത്തിന്റെ പൊതു ശുചിത്വ നിയമത്തിന്റെ നേരിട്ടുള്ള ലംഘനമാകും. അനുമതിയില്ലാതെ കാറുകളുടെ ഗ്ലാസുകളിൽ, ഡോറുകൾ, കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഫ്ലയറുകളും ലഘുലേഖകളും നിക്ഷേപിക്കുന്ന വ്യക്തികളെയും കമ്പനികളെയും സംബന്ധിച്ച് നിരവധി താമസക്കാർ ആശങ്ക പ്രകടിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന ഹൈവേകളിൽ വിപുലമായ റഡാർ നിരീക്ഷണ ക്യാമ്പയിനുമായി ജനറൽ ട്രാഫിക് വകുപ്പ്. ട്രാഫിക് അഫയേഴ്സ് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള അഹമ്മദ് അൽ അത്തീഖിയും ട്രാഫിക് റെഗുലേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ബദർ ഗാസി അൽ ഖത്തനും നേതൃത്വം നൽകിയ ക്യാമ്പയിനിൽ ഹൈവേകളിൽ നവീന റഡാർ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗ് നിയന്ത്രിക്കുകയും വേഗതാ പരിധി കർശനമായി പാലിക്കുകയും ചെയ്യുന്നതിനുള്ള വകുപ്പിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ. സൗദി അറേബ്യയിൽ നിന്ന് കിങ് ഫഹദ് കോസ്വേ വഴി ബഹ്റൈനിലേക്ക് പ്രവേശിക്കുന്ന സന്ദർശകരെ ഇനി രാജ്യത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളെയും
ചരിത്ര സ്ഥലങ്ങളെയും പരിചയപ്പെടുത്തുന്ന ബോർഡുകൾ സ്വാഗതം ചെയ്യും. ബഹ്റൈനിലെ സാംസ്കാരിക ചരിത്രപരമായ സ്ഥലങ്ങളെ ഗൾഫ് സന്ദർശകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണിത്. ചരിത്രപരമായ പശ്ചാത്തലവും ദിശകളും ഉൾപ്പെടെ അറബിയിലും ഇംഗ്ലീഷിലുമായിരിക്കും ഈ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിരോധ പരിപാടികളും ആരോഗ്യ വിദ്യാഭ്യാസവും ഓറൽ കെയർ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാക്കുമെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അറിയിച്ചു. പീരിയോഡെന്റൽ സർജറിയും ഡെന്റൽ ഇംപ്ലാന്റുകളും സംബന്ധിച്ച രണ്ടാമത്തെ ശാസ്ത്രീയ ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ ഇംപ്രഷൻ, 3D ഇമേജിംഗ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ചികിത്സയെ കൂടുതൽ കൃത്യവും സുരക്ഷിതവുമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രീയ ഗവേഷണത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും കുവൈത്ത് സജീവമാണെന്നും ദേശീയ മെഡിക്കൽ പ്രതിഭകളെ വളർത്താനാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. ദുബൈയിൽ 2 ദിവസം നീണ്ട മീഡിയ വൺ മബ്രൂക്ക് പ്ലസ് പരിപാടികൾക്ക് കൊടിയിറങ്ങി. പഠന മികവ് തെളിയിച്ചവരും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായ 2000-ഓളം വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി. എൽന റോബിൻ ജോർജ് 2ാം സ്ഥാനവും സാൻവി അജേഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ഷൻസ മറിയം 1ാം സ്ഥാനം നേടി. സയ്യിദത്ത് ദുആ മറിയം 2ാം സ്ഥാനവും അതിഥി ശ്യാം നായർ 3ാം സ്ഥാനവും സ്വന്തമാക്കി. UAE സ്കൂളുകളിൽ 10-12 ക്ലാസുകളിൽ 90% മാർക്ക് നേടി വിജയിച്ച 1500-ലേറെ വിദ്യാർത്ഥികൾക്കൊപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളും മബ്രൂക്ക് പ്ലസിന്റെ വേദിയിൽ ആദരം ഏറ്റുവാങ്ങി. കുഞ്ഞു പ്രതിഭകൾക്കായി ഒരുക്കിയ സ്റ്റാർ കിഡ്സ് വേദിയിലാണ് കാണികൾക്ക് മുന്നിൽ ഇവർ കഴിവുകൾ പുറത്തെടുത്തത്. സ്റ്റാർ കിഡ്സിൽ അണിനിരുന്ന പ്രതിഭകൾക്ക് മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ് പുരസ്കാരം കൈമാറി. വിദ്യാർത്ഥികളുടെ മികവിനെ ആദരിക്കാൻ അവസരമൊരുക്കിയ മീഡിയ വണ്ണിനെ അതിഥികൾ അഭിനന്ദിച്ചു. സെക്കൻഡ് ടൈം വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞാൻ അപ്പോഴും ആലോചിക്കുക എന്തുകൊണ്ട് ഇത് മീഡിയ വൺ നേരത്തെ തുടങ്ങിയില്ല എന്നുള്ളത്. ബിക്കോസ് ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാനിവിടെ സ്കൂളിലൊക്കെ പോയ സമയത്ത് സ്കൂൾ ലെവലിൽ അപ്രിസിയേഷൻ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരു ടീമൊന്നും വന്ന് നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു മീഡിയ വൺ ഫോർ ഡൂയിങ് സച്ച് എ ഗുഡ് ജോബ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഈ ഒരു റീജിയനിൽ കൊടുക്കുന്നത് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കാം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇനിയും നിങ്ങൾക്ക് കുറെ കൂടെ ഗംഭീരമാക്കാൻ സാധിക്കട്ടെ. Thank you Media One to arrange such a beautiful event Mabruk Plus. കാസ്ട്രോ ഇതിന്റെ കൂടെ ഭാഗമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. I have seen that students are not getting appreciated so much like they are getting appreciated in India. So it's a great initiative by Media One Mabruk Plus. That's why we joined hand with Media One for this incredible program for appreciating students who have performed well, which is very rare in UAE. ഗ്രാൻഡ് ക്വിസ് മത്സരത്തിൽ ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ആദിത്യ അനുഷ് ഗോകുൽ പ്രസാദ് ടീം ചാമ്പ്യൻ പട്ടം നേടിയപ്പോൾ അശ്വിൻ കൃഷ്ണകുമാർ അദിത് ബിജു ടീം 2ാം സ്ഥാനത്തെത്തി. അമിത് കൃഷ്ണ പാഷ്വി ദേശായി ടീം 3ാമതെത്തി. പിന്നെ ഞങ്ങൾ ഇൻക്യൂസിറ്റീവ് ക്ലബിൻ്റെ ആൾക്കാരാണ്. അപ്പം ഇൻക്യൂസിറ്റീവ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും പിന്നെ മെമ്പറുമാണ് ഗോകുൽ. അപ്പം അതുവഴിയുള്ള കണക്ഷൻ. காம்படிஷன் ஆப்வியஸ்லி இது ரொம்ப பெரிய குவிஸு. ஸோ காம்படிஷன் டஃப்பாக இருந்துச்சு. பட் இன் தி எண்ட் இட் வாஸ் வெரி குட். கொஷின்ஸ் நல்லா எடுத்திருந்தாங்க, நல்லா ரீசர்ச் பண்ணி எடுத்திருக்காங்க. ரொம்ப இன்ஃபர்மேட்டிவாக இருந்துச்சு. ஸோ ஃபர்ஸ்ட் டைம்லேருந்து வந்தால் கூட அட்டெம்ப்ட் பண்ணுற மாதிரி தான் இருந்துச்சு. കൊച്ചു കലാകാരന്മാർ മാറ്റുരച്ച ലിറ്റിൽ പെക്കാസോ സീനിയർ വിഭാഗത്തിൽ താനിഷ് ഷിലീബ് 1ാം സ്ഥാനം നേടി. എൽന റോബിൻ ജോർജ് 2ാം സ്ഥാനവും സാൻവി അജേഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ഷൻസ മറിയം 1ാം സ്ഥാനം നേടി. സയ്യിദത്ത് ദുആ മറിയം 2ാം സ്ഥാനവും അതിഥി ശ്യാം നായർ 3ാം സ്ഥാനവും നേടി. ആരതി രാജരത്നം നയിച്ച അധ്യാപക സംഗമത്തിൽ വിവിധ സ്കൂളുകളിലെ 500-ലേറെ അധ്യാപകർ പങ്കെടുത്തു. ഹിറ്റ് FM അവതാരകരായ ഡോണ, മായ, സാമൂഹ്യ പ്രവർത്തകൻ പുത്തൂർ റഹ്മാൻ, സാമ്പത്തിക വിദഗ്ധൻ KV ഷംസുദ്ദീൻ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മീഡിയ വൺ, ദുബായ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മസ്കത്ത് സയൻസ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. 3 ദിവസങ്ങളിലായി മേള കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഒമാനിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 30 ശാസ്ത്ര പ്രൊജക്ടുകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പ്രവാസ ലോകത്തെ കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് മസ്കത്ത് സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഭാഗമായി 3 ദിവസങ്ങളായി നടന്ന ഫെസ്റ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായ രതീഷ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച 360-ലധികം ശാസ്ത്ര പ്രൊജക്ടുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 30 പ്രൊജക്ടുകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്.
ശാസ്ത്ര പ്രദർശനം കാണാൻ നിരവധി പേരാണ് ഫെസ്റ്റിവൽ വേദിയിലെത്തിയത്. നിർമ്മിത ബുദ്ധി, ദൈനംദിന വ്യവഹാരങ്ങളിലെ ശാസ്ത്രം, നെറ്റ് സീറോ എന്നിങ്ങനെ 3 പ്രമേയങ്ങളാണ് ശാസ്ത്ര പ്രൊജക്ടുകൾക്കായി നൽകിയത്. 1ാം സ്ഥാനം നേടിയ ടീമിന് 1000 ഒമാൻ റിയാലായിരുന്നു സമ്മാനത്തുക. 750, 450 ഒമാൻ റിയാൽ വീതം സമ്മാനത്തുക യഥാക്രമം 2ഉം 3ഉം സ്ഥാനക്കാർക്ക് ലഭിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2014 മസ്കറ്റ് സയൻസ് ഫെസ്റ്റിന് തുടക്കമാവുന്നത്. മീഡിയ 1, മസ്കറ്റ്. വിപുലമായ കേരളപ്പിറവി ദിനാഘോഷം പ്രഖ്യാപിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടും. കേരള രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള എക്സിബിഷനും മേളയിൽ ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ അഥവാ ICCക്ക് കീഴിലുള്ള 52 മലയാളി സംഘടനകളുടെ സഹകരണത്തോടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നവംബർ 1 വൈകുന്നേരം 7 മണി മുതൽ ICC അശോക ഹാളിലാണ് ആഘോഷം അരങ്ങേറുക. സാംസ്കാരിക പരിപാടികളും ഭക്ഷണമേളയും നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കേരള തീം റീൽസ് മേക്കിംഗ്, ക്വിസ് മത്സരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ICC ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്, കേരളപ്പിറവി ദിനാഘോഷം നടത്തുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആ ദിവസം മുഴുവൻ ഒരു ഉത്സവമായിരിക്കും. അതിവിടെ എങ്ങനെ നമുക്ക് ഒന്ന് തിരിച്ചെടുക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരളത്തനിമയുള്ള കലാപരിപാടികളാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല കലാപരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മിഠായി തെരുവ് പോലുള്ള തെരുവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള തനിമയുള്ള ഫുഡുകളുടെ എക്സിബിഷൻ ഉണ്ട്. അതൊക്കെ സാമ്പത്തികമായിട്ട് ലാഭമല്ല അതിൽ ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്ക് വെറുതെ കൊടുക്കാനായിട്ടാണ് പല ആളുകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാവും എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇടയ്ക്കാവാദകൻ ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സോപ്പാന സംഗീതവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി അബ്രഹാം കണ്ടത്തിൽ ജോസഫ്, PN ബാബുരാജൻ, ശന്തനു ദേശ്പാണ്ഡെ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1, ദോഹ. ഒമാനിലെ തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ച് റൂവി മലയാളി അസോസിയേഷൻ നോർക്ക റൂട്ട്സിന് നൽകിയ പരാതിയിൽ നടപടി ആരംഭിച്ചതായി RMA ഭാരവാഹികൾ. നോർക്ക റൂട്ട്സ് പരാതി കേരള പോലീസിന്റെ NRI സെല്ലിലേക്ക് കൈമാറിയതായി അറിയിച്ചു. ഇതോടെ ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളി തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് നിയമപരമായ ഇടപെടലിലേക്ക് വഴിതുറക്കുമെന്നാണ് പ്രതീക്ഷ എന്നും RMA ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസ മലയാളി സമൂഹത്തെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും തട്ടിപ്പിനിരയായവർക്ക് നിയമപരവും മാനുഷികവുമായ സംരക്ഷണം ലഭ്യമാക്കാനുമുള്ള പോരാട്ടം തുടരുമെന്നും ഭാരവാഹികൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദമാം കൊല്ലം പ്രീമിയർ ലീഗും കൊല്ലം പൈതൃകവും സംയുക്തമായി സംഘടിപ്പിച്ച സംഗീത നിശ സമാപിച്ചു. പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായിക അഭയ ഹിരൺമയി മുഖ്യാതിഥിയായി. കൊല്ലം പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ ട്രോഫി ലോഞ്ചിങ്ങും ജേഴ്സി പ്രകാശനവും നടന്നു. കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ 6 മത്സരങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിച്ച സംഗീത നിശ സമാപിച്ചു. പരിപാടിയിൽ പ്രീമിയർ ലീഗിന്റെ ട്രോഫി ലോഞ്ചിങ്ങും ജേഴ്സി പ്രകാശനവും നടന്നു. കൊല്ലം പൈതൃകത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ചലച്ചിത്ര പിന്നണി ഗായിക അഭയ ഹിരൺമയി, ഹിഷാം അങ്ങാടിപ്പുറം, ആൽബിൻ ബോബൻ, രാഹുൽ ഹരി എന്നിവർ നയിച്ച ഗാനസന്ധ്യ സദസ്സിന് ആവേശം പകർന്നു. പരിപാടിയിൽ ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ പ്രവർത്തകൻ വെളിയിൽ നസീറിനെ ആദരിച്ചു. പ്രവാസത്തിലെ ക്രിക്കറ്റ് സംഘാടനത്തിന് നേതൃത്വം നൽകിയ കൂട്ടായ്മ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. കൂട്ടായ്മ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒക്ടോബർ 30, 31 തീയതികളിലായി അൽക്കോബാർ കാനു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ടൂർണമെന്റ് മത്സരങ്ങൾ നടക്കും. 10 ടീമുകൾ മേളയിൽ മാറ്റുരക്കും. സംഘാടകരായ നജീം ബഷീർ, നൌഷാദ് തഴവ, ഷൈജു വിളയിൽ, സുരേഷ് റാവുത്തർ, ബിജു കൊല്ലം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. ദമാം നവയുഗം സാംസ്കാരിക വേദി മെഗാ മ്യൂസിക്കൽ ഷോ സംഘടിപ്പിക്കുന്നു. റിഥം 2025 ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്ര മുഖ്യാതിഥിയാകും. നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിഥം 2025 ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടിയുടെ ലോഞ്ചിംഗ് സംഘടിപ്പിച്ചു.
നവയുഗം ഭാരവാഹികളായ MA വഹീദ്, ഷാജി മദിലകം, സാജൻ കണിയാപുരം, ശരണ്യ ശിവകുമാർ, പ്രായോജകരായ റോയ്സൺ, റോബിൻ എന്നിവർ ചേർന്ന് പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു. പരിപാടിയിലേക്കുള്ള ടിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പ്രദീപ് കുട്ടിയം, മോഹൻദാസ്, ബിജു കല്ലുമല, ആലിക്കുട്ടി ഒളവട്ടൂർ എന്നിവർ സംബന്ധിച്ചു. പ്രവിശ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംഗീത പരിപാടി നവംബർ 21 ദമാമിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രജി കൊല്ലം, ബിജു വർക്കി, മുഹമ്മദ് ശിശു എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. സൗദിയിലെ ബിഷാഖ് ഹമീസ് മുഷൈത്ത് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ഗുരുതര പരിക്കുകളോടെ ബിഷാഖ് കിങ് അബ്ദുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. 21ാമത് സിഫ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് അടുത്ത മാസം 7 ജിദ്ദയിൽ തുടക്കമാകും. ജിദ്ദയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ടൂർണമെന്റിന്റെ ഫിക്സ്ചർ പ്രകാശനം ചെയ്തു. 3 ഡിവിഷനുകളിലായി 27 ടീമുകളാണ് ഏറ്റുമുട്ടുക. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി ഇന്ത്യ ഫുട്ബോൾ ഫോറം ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയൊരുക്കുന്നത്. നവംബർ 7 ജിദ്ദയിലെ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. 11 ആഴ്ചകൾ നീണ്ടു നിൽക്കും. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ 21ാമത്തെ എഡിഷൻ ടൂർണമെന്റ് നവംബർ 7 ആരംഭിക്കുകയാണ്. നവംബർ 7 ആരംഭിച്ച് ജനുവരി 19-ാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ ടൂർണമെന്റിൽ മൊത്തം 27 ക്ലബ്ബുകളാണ് പങ്കെടുക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ മത്സരങ്ങളുടെ ഫിക്ചർ പ്രകാശനം ചെയ്തു. ട്രോഫി ലോഞ്ച് അബ്ദുൽ നാഫി കുപ്പനത്ത നിർവഹിച്ചു. കാണികളുടെ സൗകര്യാർത്ഥവും സിഫിന്റെ അതിന്റെ ഉയർച്ചയും കാണിക്കുന്ന കോലത്തിൽ ഈ 30ാം വാർഷികം വളരെ ഗംഭീരമായി നടത്തണം എന്നുള്ളതാണ് സിഫിന്റെ ഈ ബോഡിയുടെ തീരുമാനം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ അന്തർദേശീയ കളിക്കാർ വിവിധ ടീമുകളിലായി ബൂട്ടണിയും. JNH ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ BP മുഹമ്മദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സിഫ് ഭാരവാഹികളും ക്ലബ്ബ് മെമ്പർമാരും പങ്കെടുത്ത ചടങ്ങിൽ കലാകായിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിരവധി പേർ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. പുതിയ കായികാനുഭവം സമ്മാനിച്ചാണ് മീഡിയ 1 സൂപ്പർ കപ്പിന്റെ ആദ്യ എഡിഷൻ സൗദിയിലെ ജിദ്ദയിൽ സമാപിച്ചത്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ അനുഭവം സമ്മാനിച്ച മത്സരത്തിന്റെ ദൃശ്യങ്ങളും കാണികളുടെ പ്രതികരണവും കാണാം. കളി വളരെ മനോഹരമായ കളിയാണ്. ഇതൊരു നാട്ടിലൊരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മീഡിയ 1-ന് ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മീഡിയ 1-ൻ്റെ ഈ ഫുട്ബോൾ മാമാങ്കം വളരെ ആവേശകരമായി ജിദ്ദ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നത്. ജിദ്ദയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്സവ പ്രതീതി സമ്മാനിച്ചിരിക്കുകയാണ് മീഡിയ 1. ഭയങ്കര ആവേശമാണ്. നാട്ടിലെ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ആവേശത്തിൻ്റെ ഉള്ള ആവേശമാണ് ഇപ്പോൾ എല്ലാവരും കാണികളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ആവേശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ആവേശമാണ്. നല്ലൊരു ഒരു വ്യൂ ഉണ്ട്. പിന്നെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഗാലറി. ഇത്രയധികം ജനലൊരു 7-9 നമ്മൾ കണ്ടിട്ടില്ല. നല്ല ആവേശം. ഇന്നലെയും വന്നിരുന്നു, ഇന്നും വന്നിരുന്നു. നല്ല വൈബാണ്. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചതിനും കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റി. കളി നല്ല വൈബില്ല, അടിപൊളി. നല്ലൊരു സംഘാടന നല്ല ഉഷാറാണ്. നല്ല ഗ്രൗണ്ട്, ഇഷ്ടംപോലെ കാണികൾ.
വളരെ നല്ലൊരു അനുഭവമാണ്. മീഡിയ വൺ സംഘടിപ്പിച്ച ഈ ഫുട്ബോൾ മേള ജിദ്ദയിലെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഈ ജോലി ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഇത് കിട്ടുന്നതാണ്. അപ്പം എല്ലാ നിലക്കും നിറഞ്ഞ ഗാലറിയും മലയാളി സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ കാണാൻ നിൽക്കുക. വളരെയധികം സന്തോഷമുണ്ട് മീഡിയ വൺ ഇങ്ങനെ ഒരു കളി ഇവിടെ ജിദ്ദയിൽ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഒളിമ്പിക് വില്ലേജിൽ നമ്മളൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കാനുള്ളൊരു എൻട്രി കിട്ടുന്നത്. അതുപോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ എല്ലാ പരിപാടികൾക്കും നേരത്തെ റിയാദിൽ വെച്ച് നടത്തുന്ന പരിപാടികൾ എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ്. വളരെയധികം താങ്ക്സ് ഉണ്ട് മീഡിയ വൺ. മീഡിയ വൺ നല്ല ചൊറുക്കള സൗകര്യമൊക്കെ പെടുത്തി, നമ്മളെ ഇരിക്കാൻ സൗകര്യമൊക്കെ പെടുത്തി, നല്ല വില്ലേജ് സ്റ്റേഡിയം മാറിക്കത്തുള്ള വ്യൂ ഇട്ടുണ്ട്, അടിപൊളി. നല്ലൊരു ഇതായിരുന്നു. മീഡിയ വൺ പോലെ ഇങ്ങനെ പരിപാടികൾ നടത്തുമ്പോൾ നമ്മൾ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. മീഡിയ വൺ ഈ ഒരുക്കിയ ഫുട്ബോൾ മാമാങ്കം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വന്ന് കാണുന്നത്. ഇവിടെ കൂടിയ ജനഹസ്രങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. സൗദിയിലെ പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാൻ ഇസ്മ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു. അൽ ഖലീജ് മെട്രോ സ്റ്റേഷന് സമീപം തുറന്ന ആശുപത്രി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി മലയാളി ഡോക്ടർമാരുടെ സേവനവും പ്രവാസികൾക്ക് ലഭ്യമാകും. റിയാദിലെ അൽ ഖലീജ് മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് ഇസ്മ മെഡിക്കൽ സെന്റർ. വിവിധ മേഖലകളിലെ ക്ഷണിതാക്കളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശുപത്രി ജനങ്ങൾക്ക് സമർപ്പിച്ചു. നേതൃ ദന്തരോഗ വിഭാഗങ്ങൾ, ജനറൽ മെഡിസിൻ, പൾമണോളജി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്, ഇന്റേണൽ മെഡിസിൻ, ഓർത്തോഡോണ്ടിക് തുടങ്ങി വിവിധ വിഭാഗങ്ങളുമായാണ് ഇസ്മ മെഡിക്കൽ സെന്ററിന്റെ തുടക്കം. റിയാദിലെ ഇസ്മ മെഡിക്കൽ സെന്റർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ മേഖലയിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള നമ്മുടെ അഷ്റഫ് ഇവിടെ ഇസ്മ തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രവാസികൾക്ക് വളരെ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. മുമ്പും ഇവരുടെ സംരംഭങ്ങളുമായി സഹകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നേട്ടങ്ങളും ഉയർച്ചയും സർവശക്തൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യാധുനിക മെഷീനറികൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്സ്റേ, ലബോറട്ടറി, ഫാർമസി എന്നീ ഡിപ്പാർട്ട്മെന്റുകളും സേവനത്തിനുണ്ട്. ഗൈനക്കോളജി, പീഡിയാട്രിക്, സ്കിൻ ആൻഡ് കോസ്മെറ്റോളജി, ENT വിഭാഗങ്ങളും ഒപ്റ്റിക്കൽ സെന്ററും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. പ്രവാസികളിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക്, മലയാളി ഡോക്ടർമാരടക്കം, ഐ സ്പെഷ്യലിസ്റ്റ് മലയാളിയാണ്. അതുപോലെ ജനറൽ മെഡിസിൻ, ഡെന്റൽ, ഇനി വെരി സൂൺ അടുത്ത് തന്നെ ENT, അതുപോലെ ഗൈനക്കോളജി, പീഡിയാട്രിക് മുതലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മലയാളി ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ മികച്ച ചികിത്സ മിതമായ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇഖാമ മെഡിക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് മെഡിക്കൽ, ബലദിയ മെഡിക്കൽ എന്നിവയും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, KMCC നേതാവ് കുഞ്ഞിമോൻ കാക്കിയ, സൗദി വ്യവസായ പ്രമുഖൻ ഡോക്ടർ അബ്ദുൽ കരീം അൽ മൊത്തേരി, ഇസ്മ മെഡിക്കൽ സെന്റർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫായിദ്, ജാഫർ എന്നിവരും വിവിധ സംഘടനാ നേതാക്കളും ബിസിനസ് പ്രമുഖരും സംബന്ധിച്ചു. മീഡിയ വൺ, റിയാദ്. മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈറ്റ് നാവികസേന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മറൈൻ ഷൂട്ടിംഗ് റേഞ്ചിൽ ലൈവ് ഫയർ അഭ്യാസങ്ങൾ നടത്തും. റാസൽ ജുലൈവയിൽ നിന്ന് ഖറൂ ദ്വീപ് വരെയും അൽ മറാഡിം ദ്വീപ് വരെയും വ്യാപിക്കുന്ന ഷൂട്ടിംഗ് റേഞ്ചിലാണ് അഭ്യാസങ്ങൾ. കുവൈത്തിലെ ഹവല്ലി ഗവർണറേറ്റിലെ പോലീസ് പരിശോധനയിൽ നിരവധി പേർ അറസ്റ്റിൽ. ഗതാഗത നിയമലംഘനത്തിന് 15 വാഹനങ്ങൾ പിടിച്ചെടുത്തു. മദ്യവും മയക്കുമരുന്നും കൈവശം വെച്ച 7 പേർ പിടിയിൽ. ഖത്തറിലെ കോർണിഷ് സ്ട്രീറ്റിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ 4ാം ഘട്ടം പൂർത്തിയായി. നാഷണൽ തിയേറ്റർ ഇന്റർചേഞ്ച് മുതൽ അൽ മർഖിയ ഇന്റർചേഞ്ച് വരെയാണ് 4ാം ഘട്ട നവീകരണം.
ഖത്തറിലെ ആദ്യ സ്വകാര്യ റേഡിയോ സ്റ്റേഷനായ റേഡിയോ മലയാളം 98.6 FM 8ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം. ദോഹ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാൻ അംബാസഡറും പങ്കെടുത്തു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ അലുമിനി അസോസിയേഷൻ ഖത്തർ ചാപ്റ്റർ ഓണം ആഘോഷിച്ചു. വസന്തോത്സവത്തിൽ 250ഓളം പേർ പങ്കെടുത്തു. മാവേലിയും പൂക്കളവും പഞ്ചാരിമേളവും ഓണസദ്യയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. OICC ഇൻകാസ് ഖത്തർ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഓണം ഓണാഘോഷം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബഹുസ്വരത, നീതി, സമാധാനം എന്ന പ്രമേയത്തിൽ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജിദ്ദയിൽ നടന്നു. വ്യത്യസ്ത സ്വരങ്ങളെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ മാത്രമേ നീതിയും സമാധാനവും നിലനിൽക്കൂ എന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് തെക്കേപ്പുറം കൂട്ടായ്മ ഭാരത് റീക്രിയേഷൻ ക്ലബിന്റെ ലോഗോ ജിദ്ദയിൽ പ്രകാശനം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങി വിവിധ സ്പോർട്സ് ടൂർണമെന്റുകളാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുക.